നിങ്ങളുടെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? കിട്ടിയായിരുന്നു? ചോദ്യ പേപ്പർ എന്ത് ഉണ്ടോ? നല്ല എളുപ്പമല്ലായിരുന്നു. ഏതാ സാമ്രാജ്യം ഞാൻ അയച്ചു കൊടുത്തായിരുന്നു. ടോട്ടലി എടുക്കുമ്പോൾ നല്ല എളുപ്പമായിരുന്നു. പൊതുവെ ഈ വർഷം 4 പേപ്പറാണ്. മെയിൻ്റെ 4 പേപ്പർ. ഫസ്റ്റ് ഇയറിന് 1 പേപ്പർ, സെക്കൻഡ് ഇയറിന് 1 പേപ്പർ, തേർഡ് ഇയറിന് 4 പേപ്പർ. ഒരു പേപ്പർ നമ്മുടെ സംസ്ഥാനം കേരള ചരിത്രം, സർവേ ഓഫ് കേരള ഹിസ്റ്ററി. ഒരു പേപ്പർ ഇന്ത്യ ചരിത്രമാണ്, പക്ഷെ നമ്മുടെ പേര് കൊളോണിയലിസം എന്നാണ്. അതായത് മോഡേൺ ഇന്ത്യ 1857 മുതൽ പ്രസന്റ് വരെയുള്ള, അല്ലെങ്കിൽ ഏകദേശം നമുക്ക് 1947 വരെ 50 വരെ ഉള്ള കൊളോണിയലിസം. മറ്റൊരു പേപ്പർ പഠിക്കാനുള്ളത് വേൾഡ് ഹിസ്റ്ററിയാണ്. പക്ഷെ ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ച എമർജൻസ് ഓഫ് മോഡേൺ വേൾഡിൽ വരുന്ന കുറേ പോയിന്റുകൾ ഇതിൽ വരും. ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച ഒരു 8-10 എസ്സേ ഇതിൽ വരും. ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, നാസിസം, ഫാസിസം, ലീഗ് ഓഫ് നേഷൻസ്, UNO, ഇതൊക്കെ ഫസ്റ്റ് ഇയറിന് പഠിച്ചാണ് അല്ലേ? അങ്ങനെ കുറേ കാര്യങ്ങളാണ് അതിൽ വരും. അത് മാത്രമല്ല, പിന്നെ സോവിയറ്റ് യൂണിയന്റെ പതനം, അതിനിടയാക്കിയ ഗ്ലാസ്നോസ്റ്റ് ആൻഡ് പെരിസ്ട്രോയിക്ക, ഗോർബച്ചേവ് കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, പിന്നെ നമ്മുടെ നാറ്റോ, സീറ്റോ, സെൻഡോ തുടങ്ങിയ സംഘടനകൾ ശീതസമരവുമായി ബന്ധപ്പെട്ടതാണ്, കോൾഡ് വാറുമായി ബന്ധപ്പെട്ടതാണ്. കോൾഡ് വാറും പഠിച്ചതാണ് ഫസ്റ്റ് ഇയർ അല്ലേ? കോൾഡ് വാർ എന്താണ്? ശീതസമരം എന്ന് വെച്ചാൽ യുദ്ധമില്ലാത്ത യുദ്ധം. ജവഹർലാൽ നെഹ്റു അതിനെ പറഞ്ഞിരിക്കുന്നത് ബ്രെയിൻ വാർ എന്നാണ്. ദാറ്റ് മീൻസ് ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ the cold war rose between USA and USSR. അവർ തമ്മിലുള്ളൊരു മത്സരം. വൺ സൈഡ് കംപ്ലീറ്റ്ലി കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം ആൻഡ് അതർ സൈഡ് ഈസ് USA, അവരുടെ ക്യാപിറ്റലിസം. ദാറ്റ് കോൺഫ്ലിക്റ്റ്, ദാറ്റ് ഇൻഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് ഈസ് നോൺ ആസ് കോൾഡ് വാർ, നോട്ട് എ ഡയറക്റ്റ് വാർ. ഇപ്പൊ കോൾഡ് വാർ ഉണ്ട്, പിന്നെ ചേരിചേരാ നയം, അലൈൻമെന്റ് പോളിസി ഉണ്ട്, USA-യുടെ ഫോറിൻ പോളിസി ഉണ്ട്. അങ്ങനെ വരുന്ന കുറെ പോയിന്റുകളാണ് ഇന്റർനാഷണൽ. 4 പേപ്പർ നമ്മൾ അറിയണം. നമ്മൾ പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ പഠിക്കണം, അതിൽ എന്തെല്ലാം പോയിന്റുകൾ ഉണ്ട് എന്ന് അറിഞ്ഞ് വെച്ചുകൊണ്ട് പഠിച്ചില്ലെങ്കിൽ ഉപയോഗമില്ല. അപ്പൊ ഏതെങ്കിലും ഒരു സാറ് വന്നിട്ട് ഏതെങ്കിലും ഒരു ചാപ്റ്റർ തുടങ്ങിയാൽ നമുക്ക് ഒരു പിടിയില്ല. മനസ്സിലായില്ലേ? അപ്പൊ 4 പേപ്പർ ഏതൊക്കെ? ഒന്ന് സർവേ ഓഫ് കേരള ഹിസ്റ്ററി, അതായത് കേരള ചരിത്രം. അതിൽ നമുക്കുള്ളത് കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത മുതൽ മലയാള സാഹിത്യത്തിന്റെ പുരോഗതി വരെയുള്ള, അത് ഞാനത് എടുക്കുമ്പോൾ അതിന്റെ സിലബസ് പറഞ്ഞില്ല. പിന്നെ വരുന്നത് കൊളോണിയലിസം ഇൻ ഇന്ത്യ, കൊളോണിയലിസം ഇൻ ഇന്ത്യ. അതിൽ വരുന്നത് ഇവിടെ തൊട്ടാണ് 1857 മുതൽ ഏകദേശം 1950 വരെയുള്ള ചരിത്രം. എന്ന് പറഞ്ഞാൽ ഇവിടെ നാഷണൽ റൈറ്റ്സ് ആൻഡ് ഗ്രോത്ത് ഓഫ് നാഷണാലിസം വരുന്നുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരുന്നുണ്ട്, ബാലഗംഗാധര തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ, സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ്. മനസ്സിലായില്ലേ? പിന്നെ നമ്മുടെ മോഡേൺ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഖിലാഫത്ത് അജിറ്റേഷൻ, റൗലറ്റ് ആക്ട്, ജാലിയൻവാല ബാഗ് മാസക്കർ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് തുടങ്ങി നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ കാലഘട്ടത്തിലുണ്ടായ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭണത്തിലൂടെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വന്ന് എത്തിച്ചേരുന്ന രണ്ടാമത്തെ പേപ്പർ. മറ്റൊരു പേപ്പർ ഓർമ്മിക്കണം, ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ്. ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ച കുറെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. നാസിസം, ഫാസിസത്തിൽ തുടങ്ങി ഫസ്റ്റ് വേൾഡ് വാറിലൂടെ സോവിയറ്റ് യൂണിയന്റെ അധപ്പതനം വരെ ഉണ്ട്. 1985-89 കാലഘട്ടം വരുമ്പോൾ
സോവിയറ്റ് യൂണിയന്റെ അധപ്പതനം, ഗ്ലാസ്നോസ്റ്റ് ആൻഡ് പെരിസ്ട്രോയിക്ക വരെയാണ് അതിൽ വെച്ചത്. പിന്നെ ഇപ്പോഴത്തെ US ഫോറിൻ പോളിസി ഇത് മൂന്നാണ്. പിന്നെ വരുന്നൊരു പേപ്പറാണ് ഹിസ്റ്റോറിയോഗ്രാഫി. മനസ്സിലായില്ലേ? ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് വെച്ചാൽ ചരിത്ര ലേഖന വിദ്യ. ഓരോ കാലഘട്ടങ്ങളിൽ ചരിത്രങ്ങൾ എങ്ങനെ എഴുതപ്പെട്ടു. മനസ്സിലായില്ലേ? പണ്ട് കാലത്തെ ചരിത്ര എഴുതുന്ന രീതിയല്ല പിന്നെ വരുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ചരിത്രം വ്യത്യസ്തമായ രീതിയിൽ വരുന്നു. അതിൽ കുറച്ച് എസ്സേസ് ആൻഡ് ഷോർട്ട് എസ്സേസ്, ഇങ്ങനെ 4 പേപ്പറാണ് ഈ വർഷം നമുക്കുള്ളത്. മനസ്സിലാവല്ലോ? ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി പെട്ടെന്ന്. ഒന്ന് നമ്മുടെ സംസ്ഥാനം, ഒന്ന് നമ്മുടെ രാജ്യം, ഒന്ന് വേൾഡ്, പിന്നെ ചരിത്ര ലേഖന വിദ്യ എന്നറിയപ്പെടുന്ന ഗ്രാമം. മനസ്സിലാവുമല്ലോ? അപ്പൊ 4 പേപ്പറിന് വരുന്ന സിലബസിൽ വരുന്ന കണ്ടന്റുകൾ ഏകദേശം മനസ്സിലാവുമല്ലോ. അതിൽ കേരള ചരിത്രത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തിൽ പഠിക്കാനുള്ള, എല്ലാം ഞാൻ പറയുന്നില്ല, പ്രാധാന്യത്തിൽ വരുന്നത് ഒന്ന് നമുക്ക് ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് കേരള തൊട്ട് തന്നെ നമ്മൾ തുടങ്ങുന്നു. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത. കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കുന്നു. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അല്ലെ ഞാൻ പറയും ലോകത്തിലെ ഏറ്റവും വലിയ സുഖവാസ കേന്ദ്രമാണ് കേരളം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ല. പക്ഷെ ഞാൻ പഠിപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കും. ബിക്കോസ് എന്താ നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ അല്ലേ, നമ്മുടെ ജിയോഗ്രാഫിക്കൽ സ്ട്രക്ചർ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ് കേരളം. രണ്ടാമത്തെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്, ചാപ്റ്റർ എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ അബൌട്ട് കേരള. കേരളം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിവുകൾ എവിടെ നിന്ന് ലഭിക്കുന്നു? എല്ലാ അധ്യായങ്ങളിലും നമുക്ക് എന്തുണ്ട്? സോഴ്സസ് ഉണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പൊ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു രാജവംശമാണ് മൗര്യ സാമ്രാജ്യം. നിങ്ങൾ എന്നോട് ചോദിക്കണം തെളിവെന്താ? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നതിന് തെളിവെന്താണ്? അങ്ങനെ തെളിവ് നമുക്ക് കാട്ടിത്തരുന്നതിനെയാണ് സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ നമ്മൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മൾ കഴിഞ്ഞ വർഷം ക്ലാസ്സിൽ ഇരുന്ന മോഡലല്ല നിങ്ങളിപ്പോ ഇരിക്കുന്നത്. മുഖം മറച്ചിരിക്കുന്ന ഒരു മാസ്കും കൂടെ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മളതൊക്കെ അറിയണം. പ്രകൃതി നമ്മളോട് ഓരോന്ന് കാണിച്ചു തരികയാണ്. എന്റെ കുട്ടിക്കാലത്തൊക്കെ കല്യാണങ്ങൾ വീടുകളിൽ വെച്ച് നടന്നിരുന്നു. പുതിയ തലമുറയോട് പറഞ്ഞാൽ അവർക്ക് അത്ഭുതമായിരുന്നു അല്ലേ? അങ്ങനെയും കല്യാണങ്ങളൊക്കെ നടക്കും. നമ്മൾ കണ്ടിരിക്കുന്നത് എവിടെയാ? കൺവെൻഷൻ സെന്ററുകളിലാണ്. ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാതെ ഒരു ചരിത്ര അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പറ്റും. കണ്ടോളൂ. ശരിയല്ലേ? വലിയ ആഡംബരങ്ങളില്ലാതെ നമുക്ക് എങ്ങനെ, പഴയ മനുഷ്യൻ ആഡംബരങ്ങളില്ലാതെയാണ് ജീവിച്ചിരുന്നത്. ശരിയായി കാണുന്നില്ലേ? ക്ഷേത്രങ്ങളിലും മറ്റും നടത്തുന്ന ഉത്സവങ്ങളെല്ലാം ഭയങ്കരമായ രീതിയിലായിരുന്നു. ഇപ്പൊ നാമമാത്രമായി മാറി. ശരിയല്ലേ? 25 പേരെ വെച്ചും 12 പേരെ വെച്ചും കല്യാണം നടത്താൻ പറ്റും എന്ന് നമുക്ക് ബോധ്യമായി. ഇത് ചരിത്രമാണ്. നാളെ എന്റെ സ്ഥാനത്ത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ടുന്ന അധ്യായങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താ? ഇസ് എ ചെയിൻ. ഹിസ്റ്ററി ഇസ് എ ചെയിൻ കണക്ടിങ് പാസ്റ്റ് ആൻഡ് പ്രസന്റ്. പാസ്റ്റിലേക്ക് പ്രസന്റ് കാര്യങ്ങൾ വന്ന് അടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ വരെ നടന്ന കാര്യങ്ങൾ വന്ന് അടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാം. ഇങ്ങനെ 2019-20 കാലഘട്ടത്തിൽ ലോകത്തെ ഉറപ്പിച്ച മഹാമാരി, നമ്മൾ അതിനൊക്കെ ആരാ? ദൃക്സാക്ഷികളാണ്, സമകാലികരാണ്. അടുത്ത തലമുറ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുഞ്ഞു കുട്ടികൾ വലുതായി വരുമ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഇതിനെ ഭീകരമായ രീതിയിൽ നാളെ പഠിപ്പിക്കേണ്ട ചരിത്ര സംഭവങ്ങളായി മാറുന്നതൊക്കെ. ശരിയല്ലേ? അതാണ് സോഴ്സസ് എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വിവരങ്ങൾ തരുന്നത് എങ്ങനെ? സോഴ്സസിനെ നമുക്ക് 2ആയി തിരിക്കാം. 2ാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് 2 എസ്സേ ഉണ്ട്. ഒന്ന് ലിറ്റററി സോഴ്സസ്. എന്താ വെച്ചാൽ എന്താ? പഴയ കാലഘട്ടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് അറിവ് കിട്ടൂലേ? ശരിയല്ലേ? പഴയ കാലഘട്ടത്തിൽ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് പഴയ കേരളത്തെ കുറിച്ച് അറിവ് കിട്ടൂലേ? അതാണ് ലിറ്റററി സോഴ്സസ്. പിന്നെ വരുന്നത് ആർക്കിയോളജിക്കൽ സോഴ്സസ്. പുരാവസ്തു ശേഖരങ്ങൾ, കൊട്ടാരങ്ങൾ. പണ്ടിവിടെ രാജഭരണം ഉണ്ടായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ തർക്കിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ കൊണ്ട് കാണിച്ചാൽ മതി.
പത്മനാഭപുരം കൊട്ടാരത്തിൽ കൊണ്ട് കാണിച്ചാൽ മതി, രാജാവ് തങ്ങിയിരുന്നത് കൊട്ടാരത്തിലാണ്, തെളിവല്ലേ? ശരിയല്ലേ? അങ്ങനെ ആർക്കിയോളജി ആയിട്ട്, പുരാവസ്തുക്കളായിട്ട് നമുക്ക് കിട്ടുന്ന ശേഖരങ്ങൾ, അങ്ങനെ സോഴ്സസ് 2. അതാണ് അടുത്തത് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് കേരള, ദെൻ സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ അബൌട്ട് കേരള. പിന്നെ വരുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, കേരളത്തിന്റെ പഴയ കാലം. പ്രീ മീൻസ് മുമ്പ്, ചരിത്ര അതീത കാലം, ചരിത്രം എഴുതുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലും ഇവിടെ ജനം ജീവിച്ചിരുന്നു. ഇപ്പൊ ചിലരൊക്കെ പറയാറില്ലേ, ഇതിപ്പോ ലോകം തീരും, ലോകം അവസാനിക്കും എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ആളുകൾ പറയുമ്പോൾ ഞാൻ അതിന് മറുപടി കൊടുക്കും, ഒരിക്കലുമില്ല, ലോകം അവസാനിക്കില്ല. കുറെ ആളുകൾ മരണപ്പെടും, കുറെ ജനം മരണപ്പെടും. ഇപ്പോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾക്ക് വീണ്ടും ഇരട്ടി ആഡംബരങ്ങൾ വന്നു ചേരും. ഓരോ കാലഘട്ടത്തിൽ ഓരോ രൂപത്തിൽ പല സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? അപ്പൊ പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. പിന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഏർലി ഫോറിൻ കോണ്ടാക്ട്സ്. അടുത്ത എസ്സേയാണ് ഏതാണ്? ഏർലി ഫോറിൻ കോണ്ടാക്ട്സ് മീൻസ് ആദ്യകാല വിദേശ ബന്ധങ്ങൾ. That means from the immemorial period of, we can say, trade and commerce. നമ്മുടെ ഏൻഷ്യന്റ് സീപോർട്സ് എന്ന് പറയുന്നത് മുസിരിസ് എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂരാണ്. അതിനടുത്ത് തിണ്ടിഷ്, ബറാക്കെ, നെൽക്കിണ്ട, ഇങ്ങനെ ഒരുപാട് തുറമുഖങ്ങൾ, ഏൻഷ്യന്റ് സീപോർട്സ് നമുക്കുണ്ടായിരുന്നു. അങ്ങനെ കച്ചവടം നടത്തിയിരുന്നു. ഇപ്പോഴും നമുക്കറിയാം, ചൈനക്കാർ, അറബികൾ, എല്ലാ രാഷ്ട്രക്കാരും നമുക്ക് ട്രേഡ് ആൻഡ് കോമേഴ്സ് നടത്തുകയാണ്. ഇപ്പോഴും തുടങ്ങിയതല്ല. ഫ്രം ദ മെമ്മോറിയൽ ടൈം വി ക്യാൻ സീ ദാറ്റ് ട്രേഡ് ആൻഡ് കോമേഴ്സ്. കാരണം നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ സമ്പൽ സമൃദ്ധം, അവർക്ക് വളരെ പ്രശസ്തമാണ്. നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ. ഈജിപ്തുകാരൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തിയിരുന്നു, നമ്മളുമായി കച്ചവടം നടത്തിയിരുന്നു. മനസ്സിലായില്ലേ? നമ്മുടെ സുഗന്ധദ്രവ്യങ്ങളുടെ ഡിമാൻഡ് അത്ര ഉയരത്തിലായിരുന്നു. അപ്പൊ ഏർലി ഫോറിൻ കോണ്ടാക്ട് ഇത് അറിഞ്ഞിരിക്കണം, ഓരോ പേപ്പറിന്റെയും പഠിക്കേണ്ടത് അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്നത് സംഘം ഏജ്, സംഘ കാലഘട്ടം. AD 1 മുതൽ 5 വരെയുള്ള നൂറ്റാണ്ട്. ഫസ്റ്റ് 5 centuries of the Christian era. That period is known as Sangam period or is otherwise known as Tamilagam. ആ കാലഘട്ടം സംഘ കാലഘട്ടം. പിന്നെ വരുന്നത് കോൺഫ്ലുവൻസ് ഓഫ് റിലീജിയൻ. കോൺഫ്ലുവൻസ് ഓഫ് റിലീജിയൻ എന്ന് വെച്ചാൽ എന്താ? മതങ്ങളുടെ സംഗമം എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് മതങ്ങളുണ്ട് അല്ലേ? ദ്രാവിഡ മതമുണ്ട്, ആര്യമതമുണ്ട്, ഇസ്ലാം മതമുണ്ട്, ക്രിസ്തു മതമുണ്ട്, ഒരുപാട് മതങ്ങളുണ്ട്. ഈ മതക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു കൊച്ചു കേരളം. അതാണ് കോൺഫ്ലുവൻസ് ഓഫ് റിലീജിയൻ. പിന്നെ അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഏറ്റവും പഴക്കം ചെന്നൊരു രാജവംശം, ആയി കിങ്ഡം. ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ ആധികാരികമായി പറഞ്ഞു തരാം. നമ്മുടെ സദേൺ പാർട്ട് ഓഫ് കേരള existing a strong powerful dynasty, that is Ai kingdom, AYE, Ai kingdom. പിന്നെ വരുന്ന ഒരു ചാപ്റ്ററാണ് കൊല്ലം ഇറ, കൊല്ലവർഷം. കേട്ടിട്ടുണ്ടോ കൊല്ലവർഷം? മലയാളികളുടെ വർഷമാണ്. മലയാളികൾക്ക് അറിഞ്ഞുകൂടെങ്കിലും കൊല്ലവർഷം മലയാള കലണ്ടർ എല്ലാ തമിഴന്റെ വീട്ടിലും കാണും. കാരണം എന്താ? മലയാളം കലണ്ടർ മലയാളിയുടെ വീട്ടിലില്ലെങ്കിലും തമിഴ്നാട്ടിൽ കാണും, എല്ലാ സ്ഥലങ്ങളിലും. കാരണം കേരളത്തിലെ ഓരോ വിശേഷങ്ങളും എണ്ണി എണ്ണി ആ കലണ്ടറിൽ എഴുതിയത് വെച്ചിട്ടാണ് അവൻ അവിടെ കൃഷി ചെയ്യുന്നത്. ശരിയല്ലേ? മനസ്സിലായില്ലേ? അവന്റെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് എവിടെയാ? കേരളത്തിലാണ്. ഉത്സവ സീസൺ ആകുമ്പോൾ അതിന് തൊട്ട് മുമ്പ് അവൻ പൂക്കൾ കൃഷി ചെയ്യും. ഓണത്തിന് മുമ്പ് അവൻ തമിഴ്നാട് മൊത്തവും പച്ചക്കറി കൃഷി ചെയ്യും. മനസ്സിലായി? നമുക്കറിയില്ല. കൊല്ലവർഷം, മലയാളം ഇറ,
ആരംഭിച്ചത് AD 825-ലാണ്. AD 825-ലാണ് കൊല്ലവർഷം ആരംഭിച്ചത്. ക്രിസ്തുവർഷം 825 AD. നമുക്കറിയേണ്ടത് എന്തിനാരംഭിച്ചു, എന്തുകൊണ്ട് ആരംഭിച്ചു. നമ്പർ ഓഫ് തിയറീസ്. അതിന് ഒരുപാട് ചരിത്രകാരന്മാർ അവരുടെ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടത്. പിന്നെ നമുക്ക് പഠിക്കാം ഉദയൻ മാർത്താണ്ഡ തിയറി, ലോഗൻസ് തിയറി, the theory associated with Shankaracharya, theory associated with Onam, മനസ്സിലായില്ലേ, arrival of Christian community, importance of Kollam, then the theory associated process സുന്ദരം പിള്ളയുടെ തിയറി ഉണ്ട്, മനസ്സിലായില്ലേ. അപ്പൊ ഇങ്ങനെ കുറെ തിയറികൾ പഠിക്കാനുള്ളതാണ് കൊല്ലം കൊല്ലവർഷം. പിന്നെ നമുക്ക് വരുന്നതാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സ്ട്രോങ് ആയ ഒരു രാജവംശമാണ് കുലശേഖര സാമ്രാജ്യം. കുലശേഖരാസ് ഓഫ് മഹോദയപുരം, 9th century to 12th century. 9ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെ നമ്മുടെ നാട് ഭരിച്ചിരുന്ന രാജവംശമാണ് ഏത് രാജവംശം? കുലശേഖര സാമ്രാജ്യം. കുലശേഖര ആൾവാർ. കുലശേഖര ആൾവാർ. ആൾവാർ എന്ന് വെച്ചാൽ എന്തിനാണെന്നറിയോ? വിഷ്ണു ഭട്ടൻ. ഹിന്ദുക്കളില് ഭക്തിയുടെ പേരില് പല മോഡലുകൾ ഉണ്ടായി, പല ഗ്രൂപ്പുകൾ ഉണ്ടായി. ശിവനെ ആരാധിക്കുന്നവർ ശൈവിസം, അവരെ നായനാർമാരെന്നാണ് വിളിച്ചത്. ശിവഭക്തരെ എന്ത് വിളിച്ചു? നായനാർമാർ. വിഷ്ണു ഭക്തരെ വിളിച്ചതാണ് ആൾവാർ. അപ്പൊ കുലശേഖര സാമ്രാജ്യം സ്ഥാപിച്ച ഭരണാധികാരി കുലശേഖര ചക്രവർത്തി എന്തായിരുന്നു? വിഷ്ണു ഭക്തനായിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പൊ കുലശേഖര സാമ്രാജ്യം. പിന്നെ വരുന്നത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് സമോറിൻ ഓഫ് കാലിക്കറ്റ്. സമോറിൻ ഓഫ് കാലിക്കറ്റ്, കോഴിക്കോട് സാമൂതിരി. സമോറിൻ സാമൂതിരി കേട്ടിട്ടില്ലേ? കോഴിക്കോട് സാമൂതിരി പഴയ കാലഘട്ടത്തിലെ വടക്കൻ കേരളത്തെ കിട്ടുകിട്ടാ ഉറപ്പിച്ച ശക്തനായ ഭരണാധികാരികളാണ് സാമൂതിരിമാർ. സാമൂതിരി എന്ന് പറയുന്നത് ഒരാളിന്റെ പേരല്ല. സാമൂതിരി എന്ന് പറയുന്നത് സ്ഥാനപ്പേരാണ്, രാജാവിന്റെ സ്ഥാനപ്പേരാണ് സാമൂതിരി. ഇതിൽ ഒരുപാട് ഈ 4 പേപ്പർ പഠിച്ചാൽ PSCയുടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഏകദേശം 60% മാർക്ക്, മിനിമം 50% മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ജനറൽ നോളജ് അത്രയും ഹിസ്റ്ററിയാണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ കോഴിക്കോട് സാമൂതിരി എന്ന് പറയുന്നത് ഭരണാധികാരിയാണ്. കോഴിക്കോട് ഭരണാധികാരികളുടെ സ്ഥാനപ്പേരാണ് സാമൂതിരി. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ കുലശേഖര കാലഘട്ടത്തിൽ രാജാവിന്റെ സ്ഥാനപ്പേര് പെരുമാൾ എന്നാണ്. എന്താണ്? പെരുമാൾ. എന്നാൽ ഹൈദരാബാദ് ഭരിച്ചിരുന്ന പഴയകാല ശക്തമായ നാട്ടുരാജ്യമായ ഹൈദരാബാദ് ഭരിച്ചിരുന്ന ഭരണാധികാരികളെ നൈസാം എന്നാണ് വിളിച്ചിരുന്നത്. ഹൈദരാബാദിലെ ഭരണാധികാരികളെ നൈസാം. സോ നമ്മുടെ രാജ്യം ഉണ്ടല്ലോ ട്രാവൻകൂർ, അവർ കൺട്രി ട്രാവൻകൂർ. രാജാവിനെ എന്തെന്നാ അറിയപ്പെട്ടിരുന്നേ? അതാണ് നമ്മളെ കുഴപ്പം. നമുക്ക് അമേരിക്ക അറിയാം, പിന്നെ അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ, കാനഡ, ഓസ്ട്രേലിയ, ചെക്കോസ്ലോവാക്കിയ, ബട്ട് വി ഡോണ്ട് നോ അവർ ടെറിട്ടറി. ദ നമ്പർ 1 ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ഇന്നലത്തെ മെനങ്ങാത്തൊക്കെ പേപ്പറിൽ ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ രാജ്യം, ഭരണാധികാരികളുടെ സ്ഥാനപ്പേര്. മാർത്താണ്ഡവർമ്മ സാമ്രാജ്യം സ്ഥാപിച്ചതാണ്. തിരുവിതാംകൂർ ട്രാവൻകൂർ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് മാർത്താണ്ഡവർമ്മയാണ്. രാജാവിനെ കൊണ്ട് രാജാവായി അവസാനം ഇരിക്കുന്ന ആള് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് അല്ലേ? പണ്ടുള്ളവർ പറയാറുണ്ട്, ചിത്തിര ആണുങ്ങൾക്ക് ചിത്തിരയായാൽ കുലം നശിക്കുമെന്നാണ്. പണ്ടത്തെ പഴമൊഴിയാണ്. പെണ്ണുങ്ങൾക്കാണെങ്കിലോ പെൺചിത്തിര പൊൻചിത്തിരയാണ്. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ഇപ്പൊ ഇരിക്കുന്ന ഭരണാധികാരി. അധികാരമില്ലെങ്കിലും അവിടെ ആളുണ്ട്. ആരാണ്? ശ്രീമൂലം തിരുനാൾ. എവിടെ തുടങ്ങി? ഫ്രം മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ ധർമ്മരാജാവിലൂടെ നോട്ട് കൊടുക്കാം.